നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ഗുണ്ടകളിൽ ഒരാളെ SI കരുണൻ സാർ മാർക്കറ്റിൽ നിന്ന് പിടിച്ചു. കരുണൻ സാർ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ CI സാമുൽ വന്ന് അവരെ കൊണ്ടുപോയി. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാ. നാളെ ജോത്സ്യനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം വിവാഹ നിശ്ചയം നടത്തണം. നിങ്ങൾക്കാർക്കും അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്ര പെട്ടെന്ന് വേണോ അമ്മേ? കുറച്ചുകൂടി സാവകാശം എടുത്തൂടെ? അത് വേണ്ട. അവരുടെ വിവാഹം നടത്താൻ നമ്മൾ തീരുമാനിച്ചു. പിന്നെ അധികം നീട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാ? പെട്ടെന്ന് നടത്തിയ എല്ലാം ശുഭമായി തന്നെ അവസാനിക്കും. യതീൻ രഞ്ജിനി എന്തു പറയുന്നു? അത് ഏട്ടത്തി പറയുന്നത് പോലെ. ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കമ്പനിയിൽ അവനൊരു ജോലി കൊടുത്താ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അവൻ നമ്മൾ പറയുന്നതേ കേൾക്കൂ. ദർശനയ്ക്ക് അവന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ടോ? അമ്മേ, ഞാനല്ലേ പറയുന്നത്. അഞ്ജനയ്ക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തതെങ്കിലും എന്റെ മനസ്സിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ആരോടും അത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹ നിശ്ചയം ഗംഭീരമായിട്ട് തന്നെ നടത്തണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. കുട്ടികൾ രണ്ടുപേരും നമ്മുടേതാ. അപ്പൊ നമുക്കിതൊരു വിവാഹ നിശ്ചയം മാത്രമല്ല, മരുവത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാ. എന്തു പറ്റിയതി? എടുത്തി ഒരു മിനിറ്റ്. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. അച്ഛനും അമ്മയും എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അഞ്ജനയുമായിട്ടുള്ള വിവാഹം ഇഷ്ടമല്ല. എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ ഈ കല്യാണ ആലോചനയുമായിട്ട് മുമ്പോട്ട് പോയാൽ പിന്നെ വരുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. എന്താ ചേട്ടാ? ആരുടെ മെസ്സേജാ? നിഖിലിന്റെ ആണോ? അതെ. അവൻ എന്ന് വരും? അവൻ വരില്ല. ഈ വിവാഹം നടക്കില്ല. ചോട്ടു, ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണോ? അവിടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. വിവാഹ നിശ്ചയത്തിന്റെ തീയതി നോക്കാൻ നാളെ ജോത്സ്യൻ വരുമെന്ന്. ചോട്ടു, എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത്?
ആദ്യം ഇത് കേട്ടപ്പോ എനിക്കും ഇത് ശരിയാവില്ലെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നു ഇതാണ് നല്ലതെന്ന്. ശ്ശോ, അയ്യോ, ഇനി അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യങ്ങളൊക്കെ സുമംഗലാമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയുടെ കാര്യം അറിയാലോ, ഒരു തീരുമാനമെടുത്താൽ അത് ഉടനെ തന്നെ നടപ്പാക്കണം. ഒരു ജോലിക്കാണോ പാട്? നമ്മുടെ കമ്പനി തന്നെ എത്ര ജോലി കിടക്കുന്നു. ചോട്ടൂന് ഏത് ജോലി വേണമെന്ന് ചേച്ചിയോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ബോസിനോട് ഞാൻ തന്നെ പറയാം. ബോസ് വന്നല്ല. താക്കോലെ, നീ ഇവിടെ വന്ന് ചോട്ടൂന് വെറുതെ ടെൻഷൻ അടിപ്പിക്കാണോ? ഞാൻ ചോട്ടൂന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. അഞ്ചു എന്താ ആഹാരം കഴിക്കാൻ വരാതിരുന്നെ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ചേച്ചി വാരിത്തരട്ടെ? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല, ചേച്ചി വാരിത്തരാം. എന്താ ചോട്ടു ഇത്? ആദ്യം ഞങ്ങൾക്കും ഇതത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ ദർശനെ? പിന്നെ ആലോചിച്ചപ്പോ ഇത് എന്നാ നല്ലതെന്ന് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, ചോട്ടു ഇവിടുന്ന് പോയാ അത് നിന്റെ ചേച്ചിക്ക് സങ്കടമായിരിക്കും. അപ്പോ രൂപേഷേട്ടന് സങ്കടമില്ലേ? എനിക്കും സങ്കടമുണ്ട്. ചോട്ടുവിനെ കാണാതിരിക്കാൻ ദർശനിക്കും എനിക്കും പറ്റത്തില്ല. ഇതാവുമ്പോ ദർശന ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാ. കല്യാണം കഴിച്ചു കഴിയുമ്പോ ചോട്ടു ഹാപ്പിയാവും. കല്യാണം നാളെ നടത്തണമെന്നൊന്നും ആരും പറഞ്ഞില്ല. ഒരു വിവാഹ നിശ്ചയം അത് നടത്തി വെക്കുന്നു, അത്രേ ഉള്ളൂ. കല്യാണം നിന്റെ ആഗ്രഹം പോലെ 1 വർഷം കഴിഞ്ഞിട്ടായാലും മതി. അത് ഞാൻ അമ്മയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുത്തരാം. അതിങ്ങനെ കഴിക്ക്. ശകലം കൂടെ. ഇങ്ങനെ ഒരു ഏട്ടനെ അനിയത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ബോസിനില്ലെങ്കിലും ചോട്ടുവിനോടാണ് സ്നേഹം കൂടുതലും. അഞ്ജന എന്റെ അനിയത്തി അല്ലടാ, ഞങ്ങളുടെ മകളാ, ഞങ്ങളുടെ സ്വന്തം മകള്. അല്ലേ ദർശനെ? കല്യാണം കൊണ്ട് ചോട്ടുവിന് ഒരു കുഴപ്പവും വരില്ല. ഞാനും ദർശനയും ചോട്ടുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ ഈ പ്രായത്തിൽ നമുക്കിങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരു ഫാമിലി നമ്മളെ ചേർത്ത് പിടിക്കാൻ, സങ്കടം വരുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ, ചിരിക്കുമ്പോൾ ഒന്ന് കൂടെ ചിരിക്കാൻ, തമാശ പറയാൻ, അതിനൊക്കെ കൂടെ ഒരാൾ വേണം. നിഖിലിന്റെ കയ്യിൽ ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് അവന് ഭയങ്കര ബഹുമാനോ. നിന്നോട് അവൻ എന്തെങ്കിലും കാണിച്ചാ ഞാൻ അവനെ ശരിയാക്കും. എന്റെ ചോട്ടു ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് മതി എനിക്ക്. സാർ, കൊള്ളാം. നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. പറഞ്ഞ പണം ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിലെത്തും. അത് മനസ്സിലായി. ഇയാളെ സാറ് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കൂടെ നിന്നിട്ട് ഇയാളെ ഞങ്ങൾ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുള്ളത്.